കെമിസ്ട്രി മോഡൽ എക്സാം 2022 ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. 11 ചോദ്യങ്ങളുമായിട്ട്. ഇനി രണ്ടാമത്തെ ഭാഗമാണ്. ആൻസർ എനി 2 ക്വസ്റ്റ്യൻസ് ഫ്രം 12 to 23. ഈച്ച് ക്യാരീസ് 3 scores. ഇതിൽ ഒന്നാമത്തെ ചോദ്യം, എ കോമ്പൗണ്ട് കണ്ടെയ്ൻസ് 4.07% ഹൈഡ്രജൻ, 24.27% കാർബൺ and 71.65% chlorine. Molecular mass is 98.96 gram. 98.96 gram ആണ് molecular mass. What are its empirical and molecular formulas? ഇതാണ് ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് 12ാമത്തെ ചോദ്യത്തിൽ തന്ന ഡാറ്റാസ് ഉപയോഗിച്ച് ആ കോമ്പൗണ്ട് ഏതാണ്, അതിന്റെ എംപിരിക്കൽ ഫോർമുലയും മോളിക്കുലാർ മാസും കാണണം. ഇപ്പോ അതിനുവേണ്ടി ഇതുപോലെ ടേബിൾ നിങ്ങൾ വരക്കണം. ആ ടേബിള് ഇമ്പോർട്ടന്റ് ആണ്, അത് പഠിക്കണം. 12ാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ഒരു കോമ്പൗണ്ട്, അതിൽ ഹൈഡ്രജന്റെ പെർസെന്റേജ് 4.07 ആണ്, കാർബണിന്റേത് 24.27 ആണ്, ക്ലോറിന് 71.65%. ഈ ഇതിന്റെ മോളാർ മാസ് തന്നിട്ടുണ്ട് 98.96 ആണ്. അപ്പൊ നമുക്ക് എംപിരിക്കൽ ഫോർമുല ഉണ്ടാക്കുവാൻ ഇതുപോലൊരു ടേബിൾ വേണം. അതിൽ എലമെന്റുകൾ എഴുതുക. കാർബൺ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, ക്ലോറിൻ ഉണ്ട്. അടുത്തത് അവയുടെ പെർസെന്റേജ്. കാർബണിന്റെ പെർസെന്റേജ് 24.27, ഹൈഡ്രജൻ 4.07, ക്ലോറിൻ 71.67 ആണ്. ഇനി ഇതിന്റെ ഓരോന്നിന്റെയും ആറ്റോമിക മാസ്. കാർബണിന്റെ ആറ്റോമിക മാസ് 12, ഹൈഡ്രജന്റെ 1, ക്ലോറിന്റെ 35.5. പെർസെന്റേജ് ഡിവൈഡ് ബൈ ആറ്റോമിക മാസ് ആണ്. തന്ന പെർസെന്റേജ് ഡിവൈഡഡ് ബൈ ആറ്റോമിക് മാസ്. അത് ചെയ്യുമ്പോൾ നമുക്ക് ഒരു നമ്പർ കിട്ടുമല്ലോ. 2.02 ഉണ്ട്, 4.07, 2.02. ഇതിൽ ഏറ്റവും സ്മോളസ്റ്റ് നമ്പർ ഏതാ? 2.02 അല്ലേ? അത് നമ്മൾ സെലക്ട് ചെയ്യാം. എന്നിട്ട് അത് വെച്ചിട്ട് എല്ലാ നമ്പറിനെയും കിട്ടിയ എല്ലാ ആൻസറിനെയും നമ്മൾ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ നമുക്ക് സിമ്പിൾ റേഷ്യോ കിട്ടും. അതേതാ? 1:1. അപ്പൊ ഇനി നമുക്ക് കിട്ടിയത് എന്താണ്? സിംപ്ലസ്റ്റ് ഹോൾ നമ്പർ റേഷ്യോ കിട്ടി. കാർബൺ 1, ഹൈഡ്രജൻ 2, ക്ലോറിൻ 1. ഇത് വെച്ചിട്ട് നമ്മൾ എംപിരിക്കൽ ഫോർമുല ഉണ്ടാക്കുകയാണ്. കാർബൺ 1, ഹൈഡ്രജൻ 2, ക്ലോറിൻ 1. കണ്ടില്ലേ? കാർബൺ 1, ഹൈഡ്രജൻ 2, ക്ലോറിൻ 1. ഇതാണ് എംപിരിക്കൽ ഫോർമുല. ഇനി നമുക്ക് എന്ത് വേണം? മോളിക്കുലാർ ഫോർമുല ഉണ്ടാക്കണം. അപ്പൊ എംപിരിക്കൽ ഫോർമുല മാസ്, അതിന് മോളിക്കുലാർ ഫോർമുല കണ്ടെങ്കിൽ എന്ത് വേണം? എംപിരിക്കൽ ഫോർമുല മാസ് വേണം. അതെന്താണ്? ഈ കോമ്പൗണ്ടുകളുടെയൊക്കെ ആറ്റോമിക മാസ് കൂട്ടിയാൽ മതി. കാർബൺ 12, ഹൈഡ്രജൻ 2, ക്ലോറിൻ 35.5. അപ്പോ എത്ര? ഇതിൽ നിന്നാണ് കേട്ടോ എംപിരിക്കൽ ഫോർമുല മാസ് ഉണ്ടാക്കണേ. ഹൈഡ്രജൻ എന്താണ്? 2 ഉണ്ട്, H2. അതുകൊണ്ടാണ് ഇവിടെ ഹൈഡ്രജൻ 2 ആക്കിയത്. ആറ്റോമിക മാസ് 1 ആണ്. അങ്ങനെയുള്ള 2 ഹൈഡ്രജൻ ആറ്റങ്ങൾ ഉണ്ട്, അതുകൊണ്ടാണ് ഇവിടെ 2 എടുത്തത്. അപ്പൊ EFM അല്ലെങ്കിൽ എംപിരിക്കൽ ഫോർമുല മാസ് 49.5 ആണ്. ഇനി മോളാർ മാസ് നമുക്ക് തന്നിട്ടുണ്ട് ചോദ്യത്തില്, 98.96 ആണ്. ഇതിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? N കിട്ടും. അതായത് ഓരോന്നും എത്ര ഉണ്ട്. ഇതിപ്പോ എന്താണ്? സിംപ്ലസ്റ്റ് ഹോൾ നമ്പർ റേഷ്യോ ആണ്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടെത്തണം? ഓരോ കോമ്പൗണ്ട് എത്ര ഉണ്ട് എന്ന് നോക്കിയിട്ട് വേണം മോളിക്കുലാർ ഫോർമുല എഴുതാന്. അപ്പൊ നമുക്ക് എന്ത്? 2 എന്ന് കിട്ടി. ഇനി മോളിക്കുലാർ ഫോർമുല എഴുതാൻ എന്താ ചെയ്യാ? എംപിരിക്കൽ ഫോർമുല ഇൻറ്റു N. N എന്ന് പറഞ്ഞാൽ E2. അങ്ങനെ അതിനാണ് നമ്മൾ ഈ N കണ്ടുപിടിച്ചത്. മോളിക്കുലാർ ഫോർമുല, എംപിരിക്കൽ ഫോർമുല ഇതല്ലേ? ഇതിലെ ഓരോ ടേമിനെയും നമ്മൾ 2 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ കാർബൺ 2, ഹൈഡ്രജൻ 4, ക്ലോറിൻ 2, അങ്ങനെ വരും. C2H4Cl2. ഇതാണ് ഈ തന്ന കോമ്പൗണ്ടിന്റെ മോളിക്കുലാർ ഫോർമുല. എംപിരിക്കൽ ഫോർമുല എന്താ നോക്കാം. Empirical formula represent the simplest whole number ratio of various atoms present in a compound. Molecular formula എന്താണ്? Molecular formula shows the exact number of different types of atoms present in a molecule of a compound.
Empirical formula represent the simplest whole number ratio of various atoms present in a compound. But molecular formula shows the exact number of different types of atoms present in a molecule of a compound. 13ാമത്തെ ചോദ്യം. Distinguish molarity and molality of a solution. അതിൽ sub question. Among molarity and molality, which one is temperature dependent? Molarity is the number of moles of solute present per liter of the solution. ഇതാണ് molarity. എന്താണ്? Molarity is the number of moles of solute present per liter of the solution. ഒരു ഗ്ലാസ്സിൽ വെള്ളവും അല്പം പഞ്ചസാരയും എടുത്താല് പഞ്ചസാര എന്താണ്? സൊല്യൂട്ടാണ്. അത് വെള്ളത്തിൽ കലക്കിയാൽ അത് സൊല്യൂഷനാണ്. അപ്പൊ ഇത് എന്താണ്? മൊളാരിറ്റി ഇസ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പ്രസന്റ് പെർ ലിറ്റർ ഓഫ് ദ സൊല്യൂഷൻ. അല്ലെങ്കിൽ മൊളാരിറ്റി ഈക്വൽ ടു മാസ് ഓഫ് സൊല്യൂട്ട് ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് ഇൻറ്റു വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ മില്ലി ലിറ്റർ. അപ്പൊ മൊളാരിറ്റി എന്താന്ന് കണ്ടു. ഇനി എന്താണ് മൊളാലിറ്റി? Molality is the number of moles of solute present per kilogram of solvent. ഇവിടെ ലിറ്ററിലാണെങ്കിൽ ഇവിടെ സോൾവെന്റ് കിലോഗ്രാമിലാണ്. അല്ലെങ്കിൽ മൊളാലിറ്റി ഈക്വൽ ടു മാസ് ഓഫ് ദ സൊല്യൂട്ട് ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഓഫ് ദ സൊല്യൂട്ട് ആൻഡ് മാസ് ഓഫ് സോൾവെന്റ് ഇൻ കിലോഗ്രാം. ഇത് ഇവിടെ മാത്രമേ വ്യത്യാസമുള്ളൂ. ഇത് മാസ് ഓഫ് സോൾവെന്റ് ഇൻ കിലോഗ്രാം, ഇവിടെ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ മില്ലി ലിറ്റർ. ഇനി ഇതിൽ മൊളാരിറ്റി ആണോ മൊളാലിറ്റി ആണോ ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്? മൊളാരിറ്റി ഈസ് ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ്. ഇനി 14ാമത്തെ ചോദ്യം. വാട്ട് ആർ റെപ്രസെന്റേറ്റീവ് എലമെന്റ്സ്? അതിലെ സബ് ക്വസ്റ്റ്യൻ ആണ് വാട്ട് ആർ ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ്? ഗിവ് സൂട്ടബിൾ എക്സാമ്പിൾസ്. 14ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എസ് ആൻഡ് പി ബ്ലോക്ക് എലമെന്റ്സ് ആർ ടുഗദർ കാൾഡ് റെപ്രസെന്റേറ്റീവ് എലമെന്റ്സ്. ഇനി ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് അല്ലേ നോക്കണ്ടേ? അതായത് സ്പീഷീസ് കണ്ടെയ്നിങ് സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആർ കാൾഡ് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ്. നമ്മൾ ഐസോടോപ്പുകളും ഐസോബാറുകളൊക്കെ പഠിച്ചതുപോലെ ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് ഉണ്ട്. അവിടെ എന്താണ്? ഒരേ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആയിരിക്കും, പക്ഷേ എലമെന്റ്സ് വ്യത്യാസം ഉണ്ടാവും. ഉദാഹരണമാണ് Na+ ആൻഡ് Mg2+. or any other correct pair. ഇതൊക്കെ എന്താണ്? ഐസോ ഇലക്ട്രോണിക് സ്പീഷീസിന് ഉദാഹരണങ്ങളാണ്. 15ാമത്തെ ചോദ്യം. ഡിഫൈൻ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപി. അതിലുള്ള സബ് ക്വസ്റ്റ്യൻ ആണ് ക്ലോറിൻ ഹാസ് മോർ നെഗറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപി ദാൻ ഫ്ലൂറിൻ. എക്സ്പ്ലെയിൻ. ക്ലോറിൻ ആണ് ഫ്ലൂറിനേക്കാളും ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപി കൂടുതൽ. അത് എക്സ്പ്ലെയിൻ ചെയ്യണം. ഇതാണ് 15ാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോ it is the heat change അല്ലെങ്കിൽ enthalpy change when an electron is added to the outermost shell of an isolated gaseous atom. Isolated gaseous സ്റ്റേറ്റിലിരിക്കുന്ന ആറ്റത്തിന്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിലേക്ക് ഒരു ഇലക്ട്രോൺ ആഡ് ആക്കുമ്പോൾ ആ ആറ്റത്തിൽ വരുന്ന ഊർജ്ജമാറ്റം, അതാണ് എൻതാൽപി ചേഞ്ച്. ഇനി അതിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ. This is because when an electron is added to fluorine, it enters into the smaller second shell. Due to the smaller size, the electron suffers more repulsion from other electrons. എന്നാൽ ക്ലോറിനിലാവുമ്പോൾ the incoming electron goes to the larger third shell. So, the electronic repulsion is low and hence chlorine adds electron more easily than fluorine. ഫ്ലൂറിന്റെ സൈസ് ചെറുതാണ്. ഫ്ലൂറിന്റെ ഇലക്ട്രോൺ വരുമ്പോൾ അത് ആഡ് ആവുന്നത് ഫ്ലൂറിന്റെ രണ്ടാമത്തെ ഷെല്ലിലേക്കാണ്. അപ്പൊ രണ്ടാമത്തെ ഷെല്ല് ന്യൂക്ലിയസിനോട് അല്പം കൂടി അടുത്താണ് ഇരിക്കുന്നത്. അതുപോലെ അപ്പോൾ അവിടെ ന്യൂക്ലിയർ ചാർജ് കൂടുതലാണ്. കൂടാതെ മറ്റുള്ള ഇലക്ട്രോണുകളും എന്താണ് ഈ വരുന്ന ഇലക്ട്രോണിനെ റിപ്പൽ ചെയ്യാൻ നോക്കും. ക്ലോറിനിലാവുമ്പോൾ അങ്ങനെയല്ല. ക്ലോറിന്റെ തേർഡ് ഷെല്ലിലാണ്. ന്യൂക്ലിയസ് എന്നും അല്പം കൂടി അകലെയാണ്. അതുകൊണ്ട് സോ
the electronic repulsion is low and hence chlorine adds electrons more easily than fluorine. 16ാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് ദ പോസ്റ്റ്ലേറ്റ്സ് ഓഫ് കൈനറ്റിക് മോളിക്കുലാർ തിയറി ഓഫ് ഗ്യാസസ്. അപ്പോൾ 3 മാർക്കിന്റെ ചോദ്യമാണ്, 6 പോസ്റ്റ്ലേറ്റ്സ് എങ്കിലും പഠിച്ചു വെക്കുക. ദ ഇമ്പോർട്ടന്റ് പോസ്റ്റ്ലേറ്റ്സ് ഓഫ് കൈനറ്റിക് മോളിക്കുലാർ തിയറി ആർ, ഫസ്റ്റ് വൺ, energy. First one, every gas contains a large number of minute and elastic particles or atoms or molecules. The actual volume of the particle is negligible compared to the volume of the gas. Second postulate ആണ്, there is no force of attraction between the gas particles. മൂന്നാമത്തെ പോയിന്റ്, the particles of a gas are in constant and random motion in a straight line. During this motion, they collide with each other and also with the walls of the container. എല്ലായ്പ്പോഴും ആ മൂവ്മെന്റിലാണ്. അങ്ങനെ the pressure of a gas is due to the wall collisions of the particles. ഈ particles അവ അടങ്ങിയിരിക്കുന്ന കണ്ടെയ്നറിന്റെ വാളിൽ പോയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇടിക്കുന്നത് മൂലമാണ് അനുഭവപ്പെടുന്നതാണ് ആ ഗ്യാസിന്റെ പ്രഷർ എന്ന് പറയുന്നത്. ഓൾ കൊളീഷൻസ് ആർ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്. അങ്ങനെ പറഞ്ഞാൽ എന്താ, ദ ടോട്ടൽ എനർജി ഓഫ് പാർട്ടിക്കിൾസ് ബിഫോർ ആൻഡ് ആഫ്റ്റർ കൊളീഷൻസ് റിമെയിൻ ദ സെയിം. ലാസ്റ്റ് പോയിന്റ്, the average kinetic energy of gas molecules is directly proportional to the absolute temperature. 17ാമത്തേത് ഒരു ന്യൂമറിക്കലാണ്. എ വെസൽ ഓഫ് 120 ml കപ്പാസിറ്റി. ഇങ്ങനെ വായിച്ചാൽ ഇത് ആ വെസലിന്റെ വോളിയാണെന്ന് മനസ്സിലാക്കണം. എ വെസൽ ഓഫ് 120 ml capacity contains a certain amount of gas at 25 degree Celsius ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്, അറ്റ് 35 degree Celsius ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്, ആൻഡ് 1.2 bar പ്രഷർ. ഇപ്പൊ പ്രഷർ തന്നിട്ടുണ്ട്, ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്, വോളിയം തന്നിട്ടുണ്ട്, ആ വെസലിന്റെ വോളിയം തന്നിട്ടുണ്ട്. ദ ഗ്യാസ് ഈസ് ട്രാൻസ്ഫർ ടു അനദർ വെസൽ ഓഫ് വോളിയം 180 ml. ആദ്യത്തേത് 120 ml ആയിരുന്നു, ഇപ്പൊ വോളിയം കൂട്ടി 180 ml ആയി. ടെമ്പറേച്ചറോ കോൺസ്റ്റന്റ് ആണ്. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആക്കി വോളിയത്തിൽ വ്യത്യാസം വന്നു, അതായത് വോളിയം കൂട്ടി. അപ്പോ പ്രഷറിന് എന്താ സംഭവിക്കേണ്ടി വരിക, പ്രഷർ കുറയാണ് ചെയ്യുക അല്ലെ. വോളിയം കൂടുമ്പോ പ്രഷർ കുറയും, ടെമ്പറേച്ചർ കോൺസ്റ്റന്റ്. അപ്പൊ ഇത് ഏത് ലോ ആയിരിക്കും വരിക, ബോയിൽ സ്ലോ. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ കാണേണ്ടത്, വാട്ട് വുഡ് ബി ഇറ്റ്സ് പ്രഷർ. ബോയിൽ നിയമം അനുസരിച്ച് ഇതിന്റെ പ്രഷർ കണ്ടെത്തുകയാണ് വേണ്ടത്. ഹിയർ ടെമ്പറേച്ചർ ഈസ് കോൺസ്റ്റന്റ്, സോ വി ക്യാൻ അപ്ലൈ ബോയിൽസ് ലോ. അക്കോർഡിംഗ് ടു ദിസ് ലോ, P1 into V1 equal to P2 into V2. ഇവിടെ P1 1.2 bar ആണ്, V1 ഫസ്റ്റ് കണ്ടെയ്നറിന്റെ വോളിയം 120 ml ആണ്, V2 സെക്കൻഡ് കണ്ടെയ്നറിന്റെ വോളിയം 180 ml ആണ്. P1 into V1 എന്ന് പറഞ്ഞാൽ എന്താണ്, 1.2 into 120 equal to P2 into V2. അതായത് P2 കണ്ടെത്തണം into 180. അപ്പൊ P2നെ അങ്ങോട്ട് കൊണ്ടുവരിക, 1.2 into 120 അടുത്തേക്ക് ഈ 180 കൊണ്ടുവന്നു. അപ്പൊ ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 0.8 bar ആണ്. സബ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ എഫക്ട് ഓഫ് ടെമ്പറേച്ചർ ഓൺ വിസ്കോസിറ്റി ഓഫ് ലിക്വിഡ്സ്? When temperature increases, viscosity of liquids decreases. ഇപ്പൊ ബ്ലഡ് ഒക്കെ ഹൈലി വിസ്കസ് ഫ്ലൂയിഡ് ആണ്. അപ്പൊ ഷോക്കേറ്റ് ആളുകൾക്ക് ബോഡി ടെമ്പറേച്ചർ കുറയും. ആ സമയത്ത് ബ്ലഡ് ക്ലോട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഷോക്കേറ്റ ആളുകളൊക്കെ നമ്മൾ തിരുമ്മി ചൂടാക്കുന്നത്. അപ്പോൾ ടെമ്പറേച്ചർ കൂടിയാൽ വിസ്കോസിറ്റി ഓഫ് ലിക്വിഡ്സ് ഡിക്രീസസ്. 18ാമത്തെ ചോദ്യവും ഉത്തരവും പറയുന്നതിന് മുമ്പ് എന്താണ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി, എന്താണ് ഇന്റൻസീവ് പ്രോപ്പർട്ടി എന്ന് നോക്കാം. എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ് ആർ പ്രോപ്പർട്ടീസ് ദാറ്റ് ഡിപ്പെൻഡ് അപ്പോൺ ദ ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ കണ്ടെയ്ൻഡ് ഇൻ എ സിസ്റ്റം. Intensive properties are properties that are independent of the
amount of substance present in the system. എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസിന് എക്സാമ്പിൾ ആണ് വോളിയം, ലെങ്ത്, ഇന്റേണൽ എനർജി, ഹീറ്റ് കപ്പാസിറ്റി, എൻതാൽപ്പി, എൻട്രോപ്പി, ഗിബ്സ് എനർജി ഒക്കെ. ഇന്റൻസീവ് പ്രോപ്പർട്ടീസിന് ഉദാഹരണമാണ് ടെമ്പറേച്ചർ, വിസ്കോസിറ്റി, പ്രഷർ, സർഫസ് ടെൻഷൻ, ഡെൻസിറ്റി, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, മോളാർ ഹീറ്റ് കപ്പാസിറ്റി. ഇതൊക്കെ ഇന്റൻസീവ് പ്രോപ്പർട്ടിക്ക് ഉദാഹരണങ്ങളാണ്. 18ാമത്തെ ചോദ്യം, an example for intensive property is, ശരി ഉത്തരം ഡെൻസിറ്റി. ഇതിലുള്ള സെക്കൻഡ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഫോർമേഷൻ ഓഫ് carbon monoxide from the following data. The enthalpy of formation of carbon monoxide can be represented as carbon plus half O2. O2 കംപ്ലീറ്റ് വേണ്ട, കാർബണിന്റെ കൂടെ ഹാഫ് O2 ചേർന്നാൽ എന്താണ് നമുക്ക് കാർബൺ മോണോക്സൈഡ് കിട്ടും. എങ്ങനെ കിട്ടുക? ഈ 2 × 1/2. അപ്പൊ 2/2 രണ്ട് 2കളും ക്യാൻസൽ ചെയ്ത് അവിടെ എന്താണ് 1 ഓക്സിജൻ ആയി. അപ്പോൾ കാർബൺ പ്ലസ് ഹാഫ് O2 ഗിവ്സ് കാർബൺ മോണോക്സൈഡ്. തന്നിട്ടുള്ള ഡാറ്റകൾ എന്തൊക്കെയാണ്? ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് C പ്ലസ് O2 ഗിവ്സ് CO2. ഇതിന്റെ എൻതാൽപ്പി ഓഫ് ഫോർമേഷനും തന്നിട്ടുണ്ട്. അടുത്തത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളതാണ് കാർബൺ മോണോക്സൈഡ് പ്ലസ് ഹാഫ് O2 ഗിവ്സ് CO2. അതിന്റെ എൻതാൽപ്പി ഓഫ് ഫോർമേഷനും നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് -283 കിലോ ജൂൾ പെർ മോൾ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ രണ്ടും ഇതിന് ഇക്വേഷൻ 1 എന്നും ഇക്വേഷൻ 2 എന്നും പേര് കൊടുക്കുക. ഇനി ഈ രണ്ടാമത്തെ ഇക്വേഷനെ നമ്മൾ റിവേഴ്സ് ചെയ്യുക. അതാണ് ഇപ്പൊ നമ്മൾക്ക് ചെയ്യാനുള്ള പണി. രണ്ടാമത്തെ ഇക്വേഷൻ നമ്മൾ റിവേഴ്സ് ചെയ്യുന്നു. എങ്ങനെ എഴുതുന്നു? കാർബൺ ഡൈ ഓക്സൈഡ് ഗിവ്സ് കാർബൺ മോണോക്സൈഡ് പ്ലസ് ഹാഫ് O2. എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ് ഗിവ്സ് കാർബൺ മോണോക്സൈഡ് പ്ലസ് ഹാഫ് O2. എന്നിട്ട് ഈ റിവേഴ്സ് ചെയ്ത് എഴുതുമ്പോൾ എന്താണ്? ഇവിടെ -283, ഇവിടെ വരുമ്പോൾ അത് +283 എന്നാക്കി എഴുതണം. ഇതിന് ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുക്കുക. ഇനി നൗ ആഡ് ഇക്വേഷൻ 1 and 3. ആ ആഡ് ചെയ്യുന്നത് ശ്രദ്ധിക്കുക. നമ്മൾ എന്താ ചെയ്യുക? C പ്ലസ് O2 ഇക്വേഷൻ 1ലെ റിയാക്ടൻസ് പ്ലസ് ഇക്വേഷൻ 3ലെ റിയാക്ടന്റ് CO2. ഇതിനെ മൂന്നിനെയും നമ്മൾ ഇവിടെ എടുത്തെഴുതണം. ഗിവ്സ് CO2 പ്ലസ് ഇക്വേഷൻ 3 CO പ്ലസ് ഹാഫ് O2. ഇത്രയും വരും. നമ്മൾ ഇക്വേഷൻ 1ഉം 3ഉം കൂടി ആഡ് ചെയ്യാണ്. 1ന്റെയും 3ന്റെയും റിയാക്ടൻസ് സൈഡിലുള്ള കോമ്പൗണ്ട്സ് നമ്മൾ എഴുതി, പ്രോഡക്റ്റ് സൈഡിലുള്ളതും എഴുതുക. എന്നിട്ട് ഒരേപോലുള്ളവ വെട്ടാം നമുക്ക്. ഈ കാർബൺ ഡൈ ഓക്സൈഡും ഈ കാർബൺ ഡൈ ഓക്സൈഡും പോയി. പിന്നെ ഇവിടെ O2 ഉണ്ട്, ഇവിടെ ഹാഫ് O2 ഉണ്ട് അല്ലെ. അപ്പോ O2 എന്നൊന്നും ഹാഫ് O2 പോയി കഴിഞ്ഞാൽ ഇതിവിടെ ക്യാൻസൽ ആക്കാം. ഇവിടെ എന്തായി മാറും? ഇവിടെ ഈ O2 എന്നുള്ളത് ഹാഫ് O2 ആയി മാറും. ഓക്കെ, അപ്പൊ നമുക്ക് ബാക്കി കിട്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണുള്ളത്? കാർബണും ഹാഫ് O2 ഉണ്ട് അല്ലെ, ഗിവ്സ് CO. നമുക്ക് ആൻസർ എന്ത് കിട്ടിയത്? കാർബൺ പ്ലസ് ഹാഫ് O2 ഗിവ്സ് CO. ഇനി ഇതിന്റെ എൻതാൽപ്പിയും ഫോർമേഷൻ എന്താ ചെയ്യുക? ഈ 1 + 3 എന്ന് പറയുമ്പോൾ 1ലുള്ള -393.5 കിലോ ജൂളിനെ എന്തുമായിട്ട് ആഡ് ചെയ്യണം? 283.0 കിലോ ജൂൾ പെർ മോളുമായിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടുക? -110 കിലോ ജൂൾ പെർ മോൾ. 19ാമത്തെ ചോദ്യം, അക്കൗണ്ട് ഫോർ ദ ഫോളോയിങ്. AlCl3 can act as ലൂയിസ് ആസിഡ്. അപ്പോൾ ഓരോന്നിന്റെയും കാരണങ്ങളാണ് നമ്മൾ എഴുതേണ്ടത്. രണ്ടാമത്തത് pH ഓഫ് അമോണിയം ക്ലോറൈഡ് ഇൻ വാട്ടർ ഈസ് <7. മൂന്നാമത്തെ അഡീഷൻ ഓഫ് അസറ്റേറ്റ് അയോൺ ടു അസറ്റിക് ആസിഡ് ഡിക്രീസസ് ദ കോൺസെൻട്രേഷൻ ഓഫ് ഹൈഡ്രജൻ അയോൺസ്. എന്താ ലൂയിസ് ആസിഡ്സ്? ലൂയിസ് ആസിഡ്സ് ആർ കെമിക്കൽ സ്പീഷീസ് which have empty orbitals and are able to accept electron pairs from Lewis bases. അതാണ് ലൂയിസ് ആസിഡ്സ്. ഇനി നമുക്ക് 19ലെ ഒന്നാമത്തെ സബ് ക്വസ്റ്റ്യന്റെ ആൻസർ നോക്കാം. Because of the presence of vacant orbitals in AlCl3,
or AlCl3 can accept lone pair of electron. So it is a Lewis acid. അപ്പൊ ലൂയിസ് ആസിഡ്സ് ആരാന്നാ പറഞ്ഞത്? എംറ്റി ഓർബിറ്റൽസ് ഉള്ള കെമിക്കൽ സ്പീഷീസ്. പിന്നെ അവയ്ക്ക് ഇലക്ട്രോണുകളെ ആക്സെപ്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പോൾ AlCl3 അങ്ങനെയുള്ള ഒരു സ്പീഷീസ് ആണ്. ഇറ്റ് ക്യാൻ ആക്സെപ്റ്റ് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ. സോ ഇറ്റ് ഈസ് എ ലൂയിസ് ആസിഡ്. അടുത്തത് എന്താണ്? അമോണിയം ക്ലോറൈഡ് ഇൻ വാട്ടർ ഫോംസ് an acidic solution. So its pH is less than 7. Ammonium chloride is a weak base and HCl is a strong acid. അങ്ങനെയുള്ള അമോണിയം ക്ലോറൈഡ് when ammonium chloride combines with water എന്ത് സംഭവിക്കും? അമോണിയം ഹൈഡ്രോക്സൈഡ് ആൻഡ് HCl will be formed. ഈ അമോണിയം ഹൈഡ്രോക്സൈഡ് എന്താന്ന് പറഞ്ഞത്? വീക്ക് ബേസുമാണ്, HCl സ്ട്രോങ് ആസിഡുമാണ്. അതുകൊണ്ട് സ്വാഭാവികമായും ഇതിന്റെ ഡൈല്യൂട്ട് സൊല്യൂഷൻ pH 7 കുറവായിരിക്കും. pH 7 കുറഞ്ഞാൽ അവ അസിഡിക്കും, 7 കൂടുതലാണെങ്കിൽ ആൽക്കലൈനും ആയിരിക്കും. അപ്പോൾ അതാണ് 19 സബ് ക്വസ്റ്റ്യൻ സെക്കൻഡിന്റെ ആൻസർ. അമോണിയം ക്ലോറൈഡ് ഇൻ വാട്ടർ ഫോംസ് ആൻ അസിഡിക് സൊല്യൂഷൻ, സോ ഇറ്റ്സ് pH ഈസ് ലെസ് ദാൻ 7. മൂന്നാമത്തെ സബ് ക്വസ്റ്റ്യന്റെ ആൻസർ അസറ്റിക് ആസിഡ് ഈസ് എ വീക്ക് ഇലക്ട്രോലൈറ്റ് ആൻഡ് ഡിസോസിയേറ്റ്സ് ആസ്. എങ്ങനെ ഡിസോസിയേറ്റ് എന്നാ പറഞ്ഞത്? CH3COOH gives CH3COOH plus H plus. Addition of acetate ion decreases the dissociation of acetic acid by common ion effect. അതിനാലാണ് concentration of H plus ion decreases.